നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അന്യവൃത്തം കൊണ്ടുവന്നിട്ട് ഓണക്കോടി കൊടുക്കേണ്ട ഗതികേടിലായോ നീ? ഇവക്ക് പിന്നെ കൊടുത്തത് ഏത് വകുപ്പിലാണെന്ന് ആർക്കറിയാം? ചിലപ്പോ അവരുടെ ഒരു പുട കൊടുക്കൽ ചടങ്ങായിരിക്കും ഇന്നിവിടെ നടന്നത്. അതെ, നിറപറി നിലവിളക്കും കൊട്ടും കൊരവയൊന്നും ഇല്ലായിരുന്നേ ഉള്ളൂ. അതൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് വാഷ് അല്ലേ നിത്യക്കുട്ടി? അതെ, നിന്നെ പോലെ വാടകക്കാരെന്നുള്ള വ്യാജേന കേറി അങ്ങ് താമസിക്കുക. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അച്ഛൻ വിഷയം മാറ്റാനൊന്നും നോക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും അയാൾ ഇവിടെ വന്നതും നിങ്ങൾക്ക് ഓണക്കോടി തന്നതും നാണമില്ലാത്തത് കൈനീട്ടി വാങ്ങിച്ചതൊന്നും അഭിമാനമുള്ളവർക്ക് ചേർന്നതല്ല. നിത്യേ, ഇതിൽ ഇത്ര അഭിമാനത്തിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലേലും നിനക്കൊന്നും മനസ്സിലാവത്തില്ലല്ലോ. നോണമുള്ളവർക്കല്ലേ മാനാഭിമാനമുള്ളൂ. വല്യക്ക പറഞ്ഞത് ശരിയാ. ചിലർക്ക് ഇതൊരു തേച്ചുകുളിയായിരിക്കും. ആരുടെയൊക്കെ അഭിമാനത്തിന്റെ ദന്തഗോപുരങ്ങൾ ഇടിഞ്ഞു വീണാലും എനിക്കതൊന്നും പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഓണത്തിന് എന്റെ സുതിമോൻ വാങ്ങിച്ചു തന്ന ഓണക്കോടി പോലെ തന്നെയാണ് ഇതും. ചിലപ്പോ ഞാനിതേ ഓണത്തിന് ഉടുക്കുകയും ചെയ്യും. ആർക്കെങ്കിലും നാണക്കേട് തോന്നുന്നുണ്ടെങ്കിലേ കണ്ണും പത്തിങ്ങ് നടന്നാ മതി. കണ്ടില്ലേ ഉണ്ടക്കണ്ണം മെഴിപ്പിച്ച് നോക്കി നിൽക്കുന്നത്? നീ എന്താടി മൗനവ്രതത്തിലാണോ? എല്ലാം ആസൂത്രണം ചെയ്തിട്ട് മിണ്ടാപ്പൂച്ച കളിച്ചിരുന്നാ മതിയല്ലോ. പറയാനുള്ള മറുപടി അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നിത്യയുടെ ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. നീ മറുപടി പറയേണ്ടി വരുവടി. മനോഹരനെയും പാർവതിയും ഒക്കെ കയ്യിലെടുത്തിട്ടേ എല്ലാ കാലവും ഇവിടെ ഓണം കൊണ്ട് കഴിയാന്നൊന്നും നീ വിചാരിക്കണ്ട. ഞാൻ അങ്ങനൊന്നും കരുതുന്നില്ല മുത്തശ്ശി. പക്ഷേ ഈ അച്ഛനമ്മ എവിടെയാണോ അവിടെയായിരിക്കും എന്നും എന്റെ ഓണം. മോളുവാ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നോൺ സ്റ്റോപ്പ്. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ കൊളുത്തിയ തീ എവിടെ ആളി പടരുന്നെന്ന് കണ്ടോ? ശരവണ, ഇത് കക്ഷി മനോഹരൻ. ആള് സുന്ദരനല്ലേ? അമ്പിളി അമ്മാവന് മീശ വെച്ചവരുണ്ട് അല്ലേ സവറെ? ഓ, നിന്നോടല്ല ഇത്ര നേരം പറഞ്ഞത്. ഇതെന്റെ ഫാദറിൻലോ. ഓ, സാറിന്റെ മാമനാരാ? അമ്മായി അച്ഛനല്ലേന്ന്. ഓ, മാമനാരിൽ ഒരാ. വൺ ഓഫ് മൈ ഫാദറിൻലോ. ഓ, എടാ ശരവണ, രാവിലെ കട്ടൻ കാപ്പി കുടിച്ചിട്ട് കൈയും വീശി നടക്കുന്ന പതിവുണ്ട് ഇങ്ങർക്ക്. നാളെ രാവിലെ മനോഹരൻ നടക്കാൻ ഇറങ്ങുമ്പോ നീ അതുവഴി ലൂറിയായിട്ടൊന്നും പാടും. നിന്റെ വണ്ടിക്ക് ഉപ്പ് നോക്കാൻ ഇല്ല മനോഹരൻ. ചാവുന്നെങ്കിൽ ചാവട്ടെ, ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം ചക്കരക്കസലിരുന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ലോട്ടറി വിക്കട്ടെ. ചേർത്തെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. വണ്ടി കൊണ്ടിടിപ്പിക്കാന്ന് വെച്ചാ കൈവിട്ട കളിയാ. നീ നിന്റെ കാര്യം നോക്ക് സമറേ. അല്ല, നിനക്ക് ഇത്ര സങ്കടം വരാൻ മനോഹരൻ നിന്റെ അമ്മയച്ചനൊന്നും അല്ലല്ലോ. എനിക്കെന്ത് പാട്? ഞാൻ നിന്റെ സേഫ്റ്റി ഓർത്തായി പറയുന്നത്. എവിടെയെങ്കിലും ഒന്ന് പാളിയാ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോവും. ഒരു സൂചിപ്പൊട്ടിന്റെ പാളിച്ചോ പഴുതോ ഇല്ലാതെ പണിയെടുക്കാൻ ചൂളമേട് ശരവണൻ അറിയാം. എനിക്കെന്ത് പാട്? ഞാൻ നിന്റെ സേഫ്റ്റി ഓർത്തായി പറയുന്നത്. എവിടെയെങ്കിലും ഒന്ന് പാളിയാ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോവും. ഒരു സൂചിപ്പൊട്ടിന്റെ പാളിച്ചോ പഴുതോ ഇല്ലാതെ പണിയെടുക്കാൻ ചൂളമേട് ശരവണൻ അറിയാം. ചൂളമേട് ശരവണന്റെ ലോറി നാളെ മരണത്തിന്റെ ചൂളമടിക്കും. പണി കഴിഞ്ഞ ഉടൻ നീ കളിയിക്കാവുള്ള ചെക്ക് പോസ്റ്റ് കടന്നോണം. പോലീസിനെ സൂക്ഷിച്ചോണം. ആ SIക്ക് നിന്നെ നല്ല മുഖപരിചയമായിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് അയാൾ കണ്ടതുവാ. മനസ്സിലായോ?
നീ ഇവിടെ എന്തെടുക്കുക? ശബ്ദം ഉണ്ടാക്കല്ലേ, തപസ് ചെയ്യാ. തപസ്സല്ലടാ പൊട്ടാ. ധ്യാനം. ഈ ധ്യാനത്തിനായിരിക്കും അല്ലേ ഓഗസ്റ്റ് 2-ാം തീയതി ജോർജ് കുട്ടിയും കുടുംബവും പാറയിൽ പള്ളിയിൽ പോയത്? അത് ധാന്യത്തിനല്ലേ? ധാന്യമല്ല, ഗോതമ്പ് ഗോതമ്പ്. നീ ഒന്നും മിണ്ടാതിരിക്കെ, സാറിന്റെ ഏകാഗ്രത കളയാതെ. ആ. എടാ, ഇങ്ങനെ ധ്യാനിച്ച നമുക്ക് ഏകാഗ്രത കിട്ടും. എന്നുവെച്ചാ ഏത് കാര്യം ചെയ്താലും നമ്മുടെ ശ്രദ്ധ പതറാതെ, മനസ്സ് മറ്റൊന്നിലും പോവാതെ ഇങ്ങനെ ഉറച്ചു നിൽക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടെ ഒന്ന് ധ്യാനം പഠിക്കണം. അല്ല, ഈ മോഷ്ടിക്കുമ്പോഴേ നമ്മുടെ ഏകാഗ്രത പോകത്തില്ലല്ലോ. എങ്ങാനും താക്കോൽ കൂട്ടുമോ ഗ്ലാസോ തട്ടിമറിഞ്ഞു പോയാ തീർന്നില്ലേ? നമ്മുടെ അധ്വാനവും പോവും, 10 പൈസ ഇട്ട് കിട്ടത്തൂല്ല. ആ പാർവതി, പാർവതി വരുന്നു. പാർവതി. ദാ. ആ, അപ്പൊ അച്ഛൻ ഇന്ന് മുതല് രാവിലത്തെ നടത്തം വീണ്ടും തുടങ്ങുക അല്ലേ അമ്മേ? ആ നിനക്കറിയില്ലേ മോളെ മനോഹരേട്ടന്റെ കാര്യം? 10 ദിവസം നടക്കും, പിന്നെ 10 ദിവസം മടി പിടിച്ച് വീട്ടിലിരിക്കും, പിന്നെയും 10 ദിവസം നടക്കും. എല്ലാം തോന്നുന്ന പോലെയാ. ദാ അമ്മായിമ്മയും മരുമകളോട് രാവിലെ തന്നെ എന്നെ കളിയാക്കി കളിക്കുകയാണോ? ഒരു കുറ്റവും പറഞ്ഞതല്ല. മനോഹരേട്ടന്റെ സ്വഭാവം എനിക്കറിയാലോ. അച്ഛൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വരുമായിരുന്നല്ലോ. ആ പിന്നെ മോളിപ്പോ പോരെ? ഇന്നിനിപ്പൊ വേണ്ട. ഇപ്പൊ ഞാൻ പോന്ന അടുക്കളയില് അമ്മ ഒറ്റയ്ക്ക് കിടന്ന് മടക്കേണ്ടി വരും. നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് അടുക്കള പണിയൊക്കെ ഒതുക്കിയിട്ട് ഞാനും കൂടി വരാം. ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ. മനോഹര, ആ എന്നാ കൊച്ചമ്മേ? കൊച്ചമ്മ ഇന്ന് നേരത്തെ എണീറ്റു? ഞാൻ രാവിലെ എഴുന്നേക്കുകയും ചെയ്തു, വല്യക്കനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ആഹാ, ബെസ്റ്റ്, കൊള്ളാലോ. പിന്നല്ലാതെ വല്യക്കനെ ഞാൻ പതിയെ നടത്തി ഹാളിൽ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. ആഹാ, അതെന്തായാലും നന്നായി. അമ്മ ബംഗറിന്ന് ആക്രമണത്തിന് പുറത്തിറങ്ങിയത് വളരെ സന്തോഷം. ആ സ്വന്തം പെറ്റ തള്ളയെ നേരം വെളുത്തപ്പോഴേ കളിയാക്കുന്നോടാ മഹാഭാബി. അതിനുള്ള ശിക്ഷ ദൈവം നിനക്ക് തരും. ആ ഒത്തിരി ശിക്ഷ കിട്ടി. അതെല്ലാം കൂടെ ഞാനേ ബാങ്കിലിട്ടിരിക്കുക. അല്ല, നീ ഇപ്പൊ രാവിലെ എങ്ങോട്ടാ? ഓ വെറുതെ ഒന്ന് നടക്കാൻ. എന്നാ പിന്നെ ഞാനും നിന്റെ ഒപ്പം നാളെ തൊട്ട് വന്നാലോ എന്ന് ആലോചിക്കുക. അയ്യോ അത് വേണോ? ഞാൻ രാവിലെ നടക്കാം. കൊച്ചമ്മ വൈകിട്ട് നടന്നാ പോരെ? എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ നടക്കും. നീ എനിക്കൊരു ഷൂസ് മേടിച്ചു തരണം. ഷൂസോ? എങ്ങനത്തെ ഷൂസ് വേണം? ഈ പട്ടാളക്കാരിടുന്ന ഷൂസ് മതിയോ? അതാവുമ്പോഴേ ഈ കുതിരക്കുളമ്പടി പോലെ ഇങ്ങനെ പോവാം. നീ വലിയ വർത്താനം ഒന്നും പറയണ്ട. നടക്കാൻ പോകുന്നവരിരുന്നോളെ ഒരെണ്ണം മതി. ഓ ആ പിന്നെ ഒരു ടിന് വിറ്റാമിൻ പൊടി. വിറ്റാമിൻ പൊടിയോ? ഓഹോ, പ്രോട്ടീൻ പൗഡർ ആയിരിക്കും കൊച്ചമ്മ ഉദ്ദേശിച്ചത്. അതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ടിവിയിലൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ? ഒരു പ്രായമായാൽ സ്ത്രീകളൊക്കെ ഇങ്ങനത്തെ പൊടി കലക്കി കുടിക്കണമെന്നാ. ഒരു പ്രായം കഴിഞ്ഞാലേ സ്ത്രീകളൊക്കെ അടങ്ങി ഒതുങ്ങി ഒരു കൂരക്കകത്തിരിക്കണമെന്നുണ്ട്. അതേ ടി വി പരസ്യമായിട്ടൊന്നും വരത്തില്ല. അയ്യോ, രാവിലെ തന്നെ അശുഭ ലക്ഷണമാണല്ലോ. അയ്യോ മനോഹരേട്ടാ, ഞാൻ ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് അയ്യോ മനോഹരേട്ടാന്ന്. രാവിലെ താഴെ വീണ് ഉടഞ്ഞതേ ചില്ല. ഇനി എന്തൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടറിയാം. എന്റെ ആമ്പർന്നവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിമിത്തം കണ്ടു പറഞ്ഞേനെ. ആ ഇല്ലാത്ത നന്നായി. നീ മേടിച്ച് നിൽക്കാതെ ആ ചില്ലെല്ലാം ക്ലീൻ ചെയ്യാൻ നോക്ക്. മഴ തോർന്നിക്ക്, ഞാൻ നടന്നിട്ട് വരാം.